ഹായ് ചങ്ങാതിമാരെ, അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് നടക്കുന്ന ഫ്ലവർ ഷോ കാണാനായിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ വായോ നമുക്ക് അകത്ത് കയറി നോക്കാം. അങ്ങനെ 20 രൂപ കൊടുത്ത് ബൈക്ക് ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ കാണുന്ന ഇപ്പോൾ നടന്നു വരുന്ന ആൾക്കാരെ കണ്ടോ, ആ ഭാഗത്താണ് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റിന് 150 രൂപയാണെന്ന് അറിഞ്ഞപ്പോൾ അകത്ത് കയറണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് കയറി നോക്കാം എന്ന് കരുതി ടിക്കറ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. നമ്മൾ പാലക്കാട് ഫെസ്റ്റ് കാണാൻ പോയപ്പോൾ കണ്ട അതേ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഫെബ്രുവരി 6 വരെയാണ് ഈ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് വാങ്ങുന്ന ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം. ഗെയ്സ്, അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഫ്ലവർ ഷോ ഒരുക്കിയിരിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കാഴ്ചകൾ ആരംഭിക്കുന്നത്. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളാണ് മെയിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നല്ല ക്യാമറ കയ്യിലുണ്ടെങ്കിൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഫ്ലവേഴ്സ് കൊണ്ട് ഒരു ഗംഭീര ദൃശ്യവിസ്മയം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയ തിരക്ക് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫ്ലവർ ഷോ കാണാനായിട്ട്. നല്ല വിഷ്വൽ കിട്ടുന്ന ഏരിയ നോക്കി നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ. ഫാമിലിയോടൊപ്പമാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. അല്ലാതെ വലിയൊരു സംഭവമൊന്നുമില്ല കേട്ടോ. പൂക്കൾ, അതായത് പല പല രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിറച്ച് പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ കവിഞ്ഞപ്പോൾ വലിയൊരു സംഭവം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ചുമ്മാ വീട്ടിലിരിക്കുവാണ്, ബോറടിക്കുന്നുണ്ട്, ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് വിചാരിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോവാം. അത്രയ്ക്കുള്ള സെറ്റപ്പൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുന്നതും ആസ്വദിക്കുന്നതൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈബും ആ ഒരു ആംബിയൻസും അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. മെയിനായിട്ട് കുട്ടികളെയും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ സൂപ്പറായിരിക്കും. കാരണം അവർക്കതൊരു പുതിയ അനുഭവങ്ങളായിരിക്കും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയത്തില്ല. നമ്മൾ വന്നത് തന്നെ ഈവനിങ് സമയത്താണ്, പെട്ടെന്ന് ഇരുട്ടായ പോലെ. പിന്നെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഈ ആർച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ നൈറ്റ് വൈബ് അടിപൊളിയാണ്. ഇവിടെ നമുക്ക് 2 കൈയും മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ലേഡിയുടെ സ്റ്റാച്ചു കാണാം. അതിൽ നിറച്ച് ആ ഉടുപ്പിൽ ഫുള്ള് പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ പൂമ്പാറ്റകളും അതുപോലെ ആനയും എയറോപ്ലെയിനും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂക്കൾ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു കിഡിലം വർക്ക് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നോക്കിയേ, സൂപ്പറായിട്ടില്ലേ. ഇതിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. നിറച്ച് പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സംഭവം അടിപൊളിയല്ലേ. അപ്പോൾ ഇത് മാത്രമല്ല, വേറെയും കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. പിന്നെ മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല. ഗെയ്സ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പാലക്കാട് ഫെസ്റ്റായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ദിവസം വരെ ഉണ്ടാവും എന്നൊക്കെ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല. ചില സേഫ്റ്റി ഇഷ്യൂസ് കാരണം ഇടയ്ക്ക് വെച്ചത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്. നിലവിലിപ്പോൾ റണ്ണിങ് തന്നെയാണ്, പക്ഷെ അത് കറക്റ്റ് എപ്പോഴാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗെയ്സ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഗെയ്സ്, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആസ് യൂഷ്വൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ഇതും നമ്മൾ കവർ ചെയ്തത് മാത്രം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വിളിച്ച് ബോഡി മസാജിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അതല്ലേ, എത്രയാണ് വരുന്ന റേറ്റ്? നമുക്ക് 4990 പക്ഷേ 1500 രൂപ ഡിസ്കൗണ്ട്. 1500 രൂപ ഡിസ്കൗണ്ട്, 3500 അല്ലേ? ഓക്കെ, എടുക്കാം. എടുക്കാൻ പേയ്മെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ 500 അടച്ച് ബുക്ക് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ ബോഡി മസാജ് ചെയ്യുന്ന മെഷീൻ്റെ കാര്യമാണ് പുള്ളി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആളുടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് കവർ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവമൊന്നും പറയുന്നില്ല. അപ്പോൾ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നമ്മൾ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗെയ്സ്, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു, ഇറ്റ്സ് മീ ഹരി. ടാറ്റ, ബൈ ബൈ.